വൈഡിൻ്റെ അകത്തായിട്ടൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് വല്ല പിടുത്തമൊന്നും വർക്കാവുന്നില്ല ടച്ച്. ഗോപ്രോ അങ്ങനെ യൂസ് ചെയ്യാനോ വല്ല ഗോപ്രോ എല്ലാവരെയും കണക്ക് തന്നെ എനിക്ക് കിട്ടിയപ്പോഴും എപ്പോഴും കാണാൻ ഞാൻ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. അല്ല ഗൈസ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോ സാർ. എന്താ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും തമ്മിൽ കണ്ടാണെങ്കിൽ നമ്മളിന്ന് വണ്ടി റിലേറ്റീവ് ഒന്നും അല്ല, നമ്മളൊരു ഗോപ്രോ സെറ്റപ്പ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണെങ്കിൽ നമ്മൾ ഗോപ്രോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അല്ലാത്ത എനിക്ക് തോന്നിയത് ഞാൻ ആദ്യമായിട്ടൊരു ഗോപ്രോ മേടിക്കുന്നത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചൊരു വീഡിയോ കണക്കെന്ന് വെച്ചാൽ ഞാൻ മേടിച്ച് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഗോപ്രോ എന്ന് വെച്ചാൽ വേണ്ടേ, നമ്മൾ Hero 10 ഫ്രഷാണ് എടുത്തത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് സെറ്റാകാം. ഇപ്പം ഇത് ഇട്ടിയെന്നടുത്ത് എനിക്കൊരു 22-23 രൂപയ്ക്ക് അടുപ്പിച്ച് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ച് നമുക്ക് സെറ്റാക്കി കാണിച്ചു തരാം. പിന്നെ എല്ലാവരെയും കണക്ക് തന്നെ എനിക്ക് കിട്ടിയപ്പോഴും എപ്പോഴും കാണാൻ ഞാൻ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു മെമ്മറി കാർഡ് മേടിച്ചിട്ടുണ്ട്, ഒരു 62 GB ഒരു 64 GB ഒരു മെമ്മറി കാർഡ് മേടിച്ച്. പിന്നെ എൻ്റെ കുറച്ച് ഇന്നലെ പൊട്ടിച്ചതിൻ്റെ ബാക്കി പത്രങ്ങളായത്. പിന്നെ ക്യാമറ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. 24 മാസം വാറൻറ്റിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഇതിനകത്താണ് ക്യാമറ. ഞാൻ ഇന്നലെ എടുത്ത് കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് അതേ രീതി പിന്നെ പാക്ക് ചെയ്ത് വെച്ചാൽ വീഡിയോ എടുക്കണമെന്ന് പിന്നാന്ന് ഓർമ്മ വന്നു. അപ്പം അതേ രീതി എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞൻ ക്യാമറ കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും കുഞ്ഞായിരിക്കും. ഇത് വെറും കുഞ്ഞ് ക്യാമറ. ഞാൻ ആദ്യമായിട്ട് ഗോപ്രോ യൂസ് ചെയ്യുന്ന ഒരു ഡ്രീം ഒന്നും പറയാൻ പറ്റില്ല. യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരു ഡ്രീമായി മാറിയ ഒരു സാധനം. പക്ഷേ മോട്ടോ വ്ളോഗ് ചെയ്യാൻ വേണ്ടി മെയിൻ സെറ്റ്. പിന്നെ ഇതിൻ്റെ മൈക്കോ എനിക്ക് ഹെൽമെറ്റ് വയ്ക്കാനുള്ള സാധനം പോലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ക്യാമറയുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്ലാമ്പാണ് സംഭവം, എന്തോന്നും എനിക്കില്ല പിടുത്തമില്ല. പിന്നെ ഇത്, പിന്നെ ഒരു ബാറ്ററി. പിന്നെ എനിക്കില്ല പെട്ടി കിട്ടിയില്ല. അതെന്തോന്നൊരു ബോക്സ് കണക്ക് ഒരെണ്ണമല്ലേ, സിബൊക്കെ വരണം, അതെനിക്ക് കിട്ടിയില്ല. എനിക്കത് ഇത്രയും സാധനങ്ങളാണ് കിട്ടിയുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് ഇതിൻ്റെ കൂടെ കിട്ടിയതല്ല കേട്ടോ, ഇത് എക്സ്ട്രാ ഞാൻ മേടിച്ചാണ്. ഇതിന് ഒരു ഓഫറുള്ളപ്പോൾ ഇത് എടുത്താണ്. എനിക്കിത് 22 രൂപയ്ക്ക് അടുപ്പിച്ച് കിട്ടി ഈ ക്യാമറ. 22 രൂപയ്ക്ക്. പക്ഷേ ഞാൻ സെക്കൻഡ് നോക്കി, അതിന് 20 രൂപ ചോദിക്കുന്നു. സെക്കൻഡിന് 20 രൂപ ചോദിക്കുമ്പം 22 രൂപയ്ക്ക് ഇത് ലാഭമാണ്. അപ്പോൾ ഇതിൻ്റെ അത് ബാറ്ററിയൊക്കെ ഇട്ട് ഇതൊക്കെ പൊളിച്ചൊക്കെ കളഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് എങ്ങനെ പൊളിച്ചിട്ട് ഇവിടെ ആയിരുന്നു നിൽക്കുക. ഇത് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഇത് ഇളക്കി ബാറ്ററി ഇട്ട് ഓണാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് തുറന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇന്ന് രാത്രി തന്നെ മെമ്മറി കാർഡ് ഇട്ട് ഇടയ്ക്ക് 2-3 വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ബാറ്ററി ഇന്നലെ ചാർജ് ചെയ്തായിരുന്നു. കിട്ടിയപ്പോഴേ 1% ചാർജിലാണ് കിട്ടിയത്. അപ്പം ഇത് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇതിനല്ലേ ബാറ്ററി ഇടുന്നത്, അടയുന്നില്ല. നിൽക്കുക, ഒന്ന് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ക്യാമറ ബാറ്ററിയൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആകേണ്ട നൈസ് നീല കളറിലൊക്കെ എഴുതി ഡ്രീം. പിന്നെ നമുക്ക് ഓണാക്കാം. ഈ ബട്ടനെ പിടിച്ച് ഞെക്കിയാൽ മതി. ഗൈസ്, അങ്ങനെ നമ്മൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. വേണ്ട 95% ചാർജ് ചെയ്തിട്ടുണ്ട്. 95% ചാർജ് ഉണ്ട്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. ക്യാമറ അങ്ങനെ ഓണായി ഫുള്ള് സെറ്റായി. വേണ്ട എന്നെ തന്നെ ഇപ്പം എൻ്റെ അത് കാണാം. ഇത് ഫോട്ടോ ആയി, ഇന്നലെ എടുത്ത വീഡിയോസ് ഒന്നും ഫുള്ള് ബാക്കായിരിക്കട്ടെ. പിന്നെ ചാർജ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല. പിന്നെ വാറൻറ്റി, സ്മൂത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഇതൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കത്തില്ല. പിന്നെ യൂസർ മാനുവലൊക്കെ കിട്ടിയായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തം. എല്ലാവരും പിന്നെ ഒന്ന് കമൻറ്റ് ഇടട്ടെ, ഇത് ഏത് വൈഡിൻ്റെ അകത്തായിട്ടൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന്. എനിക്ക് വലിയ പിടുത്തമൊന്നും വർക്കാവുന്നില്ല ടച്ച്. എന്താ പറ്റി ടച്ചൊന്നും വർക്കത്തേക്ക് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല യൂസ് ചെയ്യേണ്ട. റെക്കോർഡ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗോപ്രോ എന്ന് വെച്ചാൽ ഗോപ്രോയിൽ തന്നെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ഗോപ്രോ മൈക്കിൽ തന്നെയാണ് ഇത് എടുക്കുന്നതും. പിന്നെ ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ തന്നെ കാണുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഇതെങ്ങനെ സേവ് ചെയ്യണമെന്ന് പോലും അറിഞ്ഞാൽ. ഇപ്പം എൻ്റെ ഫോണെന്ന് വെച്ചാൽ ഐഫോൺ. അപ്പോൾ എൻ്റെ അകത്തോട്ട് ഇത് മെമ്മറി കാർഡ് ഊരിയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എങ്ങനെയാണെന്ന് എല്ലാം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ
ഫോണിലേക്ക് സേവ് ചെയ്യാമെന്നൊന്ന് അറിയാമെങ്കിൽ പറഞ്ഞു. പിന്നെ ക്യാമറ ഈ വിഷ്വലി ആയപ്പം എനിക്ക് ഇവിടുത്തെ സ്ക്രീനിൽ കാണാം. ഇപ്പോൾ ചാർജ് എത്ര നേരം നിൽക്കുന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ കുറച്ച് പരിപാടിയെ കുറിച്ച് പഠിക്കാനുണ്ട്. നേരത്തെ തന്നെ കണ്ടില്ലോ സ്റ്റക്കായൊക്കെ നിന്ന്. അപ്പം ഇതിനെക്കുറിച്ച് ഓട്ടിക്കുന്ന വീഡിയോ എടുക്കൽ ഹെൽമെറ്റ് ഇങ്ങനെ സാധനം നമ്മളില്ല. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. പിന്നെ ഒരു റെഡ് ലൈറ്റൊക്കെ കിടന്ന് മിന്നുന്നു, ഓഫാവാനാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അതൊക്കെ ഒന്ന് ഇതിനെക്കുറിച്ച് എന്തായാലും പഠിക്കാനുണ്ട്. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഗോപ്രോ അങ്ങനെ യൂസ് ചെയ്യാനോ വലിയ ഗോപ്രോ ഓഫായ നേരത്തെ ഉണ്ടല്ലോ. ഇപ്പോൾ സ്ക്രീൻ ഓഫായി. ഞാൻ വെച്ച് ക്യാമറ ഓഫായി പോയതാണ്. പക്ഷേ ക്യാമറ ഓഫായതല്ലായിരുന്നു, എന്ന് വെച്ചാൽ സ്ക്രീൻ തന്നെ ഓഫായത്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് വേണ്ട, ഒരുപാട് ഇങ്ങനെ ഫോണൊക്കെയാണ് ഇങ്ങനെ കൈ കൊണ്ട് വലിച്ച് നൂത്തി. പക്ഷെ എൻ്റെ ബാറ്ററി നേരത്തെ തന്നെ ഇത് ഓഫായി ഓഫായി പോയത്. അതാണ് പിന്നെയും കട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കുറയുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 95 എടുത്തിട്ട് ഇപ്പം 91% ഇപ്പോൾ 2, 5, 6 മിനിറ്റ് ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ 95%. പിന്നെ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം കേട്ടോ. വൈഡൊക്കെ നൈസായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുള്ളായില്ല, യൂസ്ഫുള്ളാവുന്നില്ല. എൻ്റെ അകത്തൊരു ക്യാമറ എടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 12 വരെ ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നമ്മളെടുത്തേക്കുന്ന 10 ആണ്. ഇപ്പോൾ ഇതിനുള്ള ബഡ്ജറ്റ് എൻ്റെ ഉള്ള. ഇപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞ് ബഡ്ജറ്റെല്ലാം തീർന്നു. ഇനി ഇത് ഹെൽമെറ്റ് വയ്ക്കുന്ന സാധനം മേടിക്കണം. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇനി ഇത് മേടിച്ചപ്പോഴേ ബഡ്ജറ്റെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത മേടിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു മൈക്ക് മേടിക്കണം, ഒരു മൈക്ക് അഡാപ്റ്റർ മേടിക്കണം. ഗോപ്രോ എടുത്താലേ ചിലവ് തന്നെ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഹെൽമെറ്റ് വയ്ക്കുന്നൊരു മൗണ്ട്. ഇപ്പം സ്ട്രാപ്പ് ഇടണോ അതോ മറ്റേ മൗണ്ട് ഇടണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. സ്ട്രാപ്പായിരിക്കുമോ നല്ല, മൗണ്ടായിരിക്കുമോ നല്ലതെന്നൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഇതങ്ങ് ഓഫായി പോകുന്നു, സ്ക്രീൻ ഓഫായി പോകുന്നു. അതിന് ഇനി എന്തെങ്കിലും സംഭവം കാണുമായിരിക്കും. എന്നാൽ ഓഫായി പോയി, സ്ക്രീനങ്ങ് ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇത് വെച്ച് സെറ്റാക്കാം. എന്തായാലും മോട്ടോ വ്ളോഗ് എല്ലാവരും പറയാം മൈലേജിൻ്റെയൊക്കെ വീഡിയോ ആണോന്ന്. എന്തായാലും ആ വീഡിയോ ഒക്കെ നമുക്ക് സെറ്റാക്കാം. എന്തായാലും GoPro അല്ല, അപ്പോൾ അതുകൊണ്ട് സെറ്റാകാം. എന്തായാലും ഉടനെ ഒന്നും മൈക്ക് അഡാപ്റ്റർ മേടിക്കാൻ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഇപ്പം ടൈറ്റാണ്. ഇപ്പോൾ ഒറ്റയടിക്ക് 20-22 അടുപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. 23-24%, 24,000 അടുപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ മേടിച്ചപ്പോൾ അത്ര ആയിട്ടുണ്ട്. ഇനി ഗോപ്രോയുടെ അഡാപ്റ്ററിന് എന്തോ 4,300, ഇപ്പോൾ ഓഫറിന് 4,300 കിടപ്പുണ്ട്, അല്ലെങ്കിൽ 4,700 സംതിങ് എന്തോ ആണ്. പിന്നെ ഒരു മൈക്ക് മേടിക്കണം. പിന്നെ ഹെൽമെറ്റ് വയ്ക്കുന്ന സ്ട്രാപ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്താണ് സംഭവം കിട്ടിയായിരുന്നു. അത് നമുക്ക് സെറ്റാക്കണം. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓരോ ടീംസ് വന്ന്, അങ്ങനെ നമ്മൾ ആരൊക്കെയോ വന്ന്, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് പോയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ഇനി 1K അടിക്കാൻ ഇനി വരും 149 രൂപയും കൂടെ മതി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്. പിന്നെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാമെന്ന് കാണുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതാണുള്ള വണ്ടിയുടെ, എന്നുവെച്ചാൽ എൻ്റെ വണ്ടി ഇതാണ്. അപ്പോൾ ഇതാണുള്ള വണ്ടിയുടെ വീഡിയോസൊക്കെ ഇല്ല, വണ്ടി എടുക്കാൻ വെച്ച് ഫുള്ള് പൊടിയെ ശോകമായിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.